വിസ്മയമാണ് ഈ മനുഷ്യൻ. ഓരോ സിനിമകൾ കഴിയുമ്പോഴും തന്നിലെ പുതുമ നഷ്ടപ്പെടുത്താതെ തേച്ചു മിനുക്കിയെടുക്കുന്ന വിസ്മയ നടൻ. ഓരോ സിനിമകളിലും ഒരു പുതിയ പാഠം പഠിക്കുന്നത് പോലെ സൂക്ഷ്മതയോടെ കണ്ടുപരിചയിച്ച് നന്നായി പഠിച്ച് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങുന്ന വിദ്യാർത്ഥിയെ പോലെ തന്നിലെ നടൻ്റെ പൂർണ്ണത വരുത്താനുള്ള മമ്മൂട്ടിയുടെ ശ്രമം വാക്കുകൾക്കതീതമായി അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇത്രയും പറയാനുള്ള കാരണം ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ ടീസറാണ്. സോഷ്യൽ മീഡിയ ഇപ്പോൾ സംസാരിക്കുന്നത് മമ്മൂട്ടി ഗൗതം വാസുദേവ് മേനോൻ കൂട്ടുകെട്ടിലെത്തുന്ന ഡൊമിനിക്കിന്റെ ടീസറിനെ കുറിച്ചാണ്. ഇത്തവണ ക്രിസ്മസിന് തിയേറ്ററുകൾ തൂക്കാൻ പോകുന്ന മമ്മൂക്ക പടം എന്ന ഫീല് തരാൻ ടീസറിന് കഴിഞ്ഞിട്ടുണ്ട്. ഗോകുൽ സുരേഷിന്റെയും മമ്മൂട്ടിയുടെയും കഥാപാത്രങ്ങളെ മാത്രമാണ് ഈ ടീസറിൽ കാണിച്ചിട്ടുള്ളത്. നന്നായി ചിരിപ്പിക്കുന്ന ഒരു കിടിലൻ ചിത്രമാണ് വരാനിരിക്കുന്നതെന്ന് ഈ ടീസറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എതിരാളികളെ നേരിടാനുള്ള അടവുകൾ ഗോകുൽ സുരേഷിന്റെ കഥാപാത്രത്തെ പഠിപ്പിക്കുന്ന മമ്മൂട്ടിയാണ് ടീസറിലുള്ളത്. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ ആണ് ഈ ചിത്രത്തിന്റെ മുഴുവൻ പേര്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടാണ് ഈ സിനിമയിൽ മമ്മൂട്ടി വേഷമിടുക എന്നാണ് വിവരം. റൊമാൻറ്റിക് സിനിമകൾക്ക് പേരുകേട്ട ഗൗതം മേനോൻ ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം സീരിയസ് ജോണറിലുള്ളതാവും എന്നായിരുന്നു ആരാധകർ പ്രെഡിക്റ്റ് ചെയ്തത്. എന്നാൽ കോമഡി ചിത്രമാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. ഷെർലക് ഹോംസിന്റെ രീതിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഫൺ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. ഗൗതം മേനോൻ തന്നെയാണ് മമ്മൂട്ടി ഈ കഥാപാത്രത്തിന് യോജിക്കുമെന്ന് നിർദ്ദേശിച്ചത്. സുഷ്മിത ഭട്ട്, വിജയ് വെങ്കടേഷ്, വിനീത്, വിജയ് ബാബു തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടിക്കൊപ്പം ഗൗതം മേനോൻ പുതിയ സിനിമ ചെയ്യുന്നു എന്ന വാർത്ത കുറേ കാലമായി വന്നിരുന്നു. മിന്നലെ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് കോളിവുഡിൽ തുടക്കം കുറിച്ചതാണ് ഗൗതം മേനോൻ. പിന്നീട് കാക്ക കാക്ക, വേട്ടയാട് വിളയാട്, പച്ചക്കിളി മുത്തുച്ചരം, വാരണമായിരം, വിണ്ണൈ താണ്ടി വരുവായ തുടങ്ങി നിരവധി ഹിറ്റുകൾ തമിഴ് സിനിമയ്ക്ക് നൽകി. പുതിയ മമ്മൂട്ടി ചിത്രത്തെ കാത്തിരിക്കാൻ സംവിധായകൻ, നടൻ എന്നിവരിലുള്ള പ്രതീക്ഷ പോലെ തന്നെ മമ്മൂട്ടി കമ്പനിയിലുള്ള ആരാധകരുടെ വിശ്വാസവും കാരണമാകുന്നുണ്ട്. 2024 അവസാനിക്കാൻ പോകുന്ന സമയത്ത് വ്യത്യസ്തവും പുതുമയുള്ളതുമായ ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മമ്മൂട്ടിയുടെ ബസൂക്ക ഏറെ ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകനായ ഡിനു ഡെന്നിസാണ്. ഓണം റിലീസായി മമ്മൂട്ടിയുടെ ബസൂക്ക എത്തുമെന്ന വാർത്തകൾ മുൻപ് പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് റിലീസ് നീളുകയായിരുന്നു. സിദ്ധാർത്ഥ് ഭരതൻ, ഷൈൻ ടോം ചാക്കോ, ഡീൻ ഡെന്നിസ്, ബിഗ് ബി ഫ്രെയിം, സുമിത് നവൽ, സ്ഫടികം ജോർജ്, ദിവ്യ പിള്ള, ഐശ്വര്യ മേനോൻ എന്നിവരാണ് താരനിരയിലുള്ളത്. സംഗീത സംവിധാനം മിഥുൻ മുകുന്ദും ഛായാഗ്രഹണം നിമിഷ് രവിയുമാണ്. റോഷാക്ക് സംവിധാനം ചെയ്ത നിസാം ബഷീറിന്റെ പുതിയ സിനിമ മമ്മൂട്ടി ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മോഹൻലാലും ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുകയാണ്.